തമിഴ്നാട് കട്ടക്കലിപ്പിലാണ് ഗൈസ്. കേന്ദ്ര സർക്കാർ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനവും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് തമിഴ്നാടിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് വിലപിച്ച് വെറുതെ ഇരിക്കുകയല്ല MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നത്. അവർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ പുറപ്പെടുവിച്ച തമിഴ്നാട് സർക്കാരിൻ്റെ ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള രേഖകളിലെല്ലാം രൂപയുടെ സിമ്പൽ അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പകരം തമിഴ് അക്ഷരമാലയിലെ രു എന്ന അക്ഷരമാണ് രൂപയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിച്ചത്. 2010 ജൂലൈ 15 തീയതിയാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഔദ്യോഗികമായി ഒരു സിമ്പൽ നിലവിൽ വരുന്നത്. ദേവനാഗരി ലിപിയിലെ ര എന്ന അക്ഷരവും റോമൻ ക്യാപിറ്റൽ ലെറ്ററായ ആറും സംയോജിപ്പിച്ചാണ് ഈ സിമ്പൽ രൂപകൽപ്പന ചെയ്തത്. ദേവനാഗരി ലിപിയിൽ തന്നെയാണ് ഹിന്ദി ഭാഷയും എഴുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹിന്ദിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുവാനായി തമിഴ്നാട് സർക്കാർ ഇന്ത്യൻ രൂപയുടെ സിമ്പൽ ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ആഗോള വീക്ഷണവും സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള അഭിവാഞ്ജയും പ്രകടമാക്കുന്ന, അതിനെ സിംബലൈസ് ചെയ്യുന്ന ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഒരു തമിഴ്നാട്ടുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത. പിന്നെയും രസകരമായ മറ്റൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് ശ്രീ MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരാണല്ലോ. ഇതേ പാർട്ടിയുടെ നേതാവും മുൻ MLAയുമായ N ധർമ്മലിംഗത്തിൻ്റെ മകനാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ശ്രീ D ഉദയകുമാർ.